ഫ്രണ്ട്സ്, ISROയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് തിരുവനന്തപുരം ബേസിലുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട്, അതുപോലെ ബാംഗ്ലൂർ, അങ്ങനെ 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ വേക്കൻസിയിലാണ് വിളിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എന്നിട്ട് അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇത്തരം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ ടൈമിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, GOCL Eduland, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. റീസെൻ്റ് ആയി ചെയ്യുന്ന വീഡിയോ എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വീഡിയോ നമുക്ക് ചെയ്യാൻ സമയമില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എന്താണ് പല പല നോട്ടിഫിക്കേഷൻ, ഇപ്പം IWAൻ്റെ ഇൻറ്റേൺഷിപ്പ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ളതുണ്ട്. അതുപോലെ ഫാക്റ്റ് ഉണ്ട്, അതുപോലെ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. 2 നോട്ടിഫിക്കേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്, നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ഇതാണ് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ. ഇത് ബാംഗ്ലൂരാണ്. ഓക്കെ, ഇനി തിരുവനന്തപുരം വേറെ ഉണ്ട്, നിങ്ങളുടെ കാണാം. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇത് നമ്മുടെ തിരുവനന്തപുരമാണ് കേട്ടോ. ഓക്കെ, വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റാണ്. അപ്പോൾ അങ്ങനെ 2 നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന ബാംഗ്ലൂർ, അതായത് UR റാവു സാറ്റലൈറ്റ് സെൻ്ററാണ്, ISROയുടെ ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിലേക്കാണ് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ JRFും അതുപോലെ തന്നെ ജൂനിയർ റിസർച്ച് ഫെലോ എന്ന് പറയും JRF, അതുപോലെ തന്നെ റിസർച്ച് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 2 കാറ്റഗറിയാണ്. നമുക്ക് ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷനും അതിലേക്ക് സെലക്ഷൻ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ JRF വേക്കൻസി ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മൈക്രോ ഇലക്ട്രോണിക്സോ അതിന് തുല്യമായുള്ള ഏതെങ്കിലും ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ MSc ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിലേക്ക് സെലക്ഷൻ ഇൻ്റർവ്യൂ ആയിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏരിയ ഓഫ് വർക്ക് അല്ലെങ്കിൽ ജോബ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ JRFൻ്റെ പോസ്റ്റ് കോഡാണ് കേട്ടോ, JRF 23 എന്നൊക്കെ പറയുന്നത് ഒരു വേക്കൻസിയാണ്. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ആണ്. ഇതിൽ എനിക്ക് ME or MTech MSc ഉണ്ടെങ്കിൽ അതിന് തുല്യമുള്ള ക്വാളിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂ ആയിരിക്കും. ഇതിലേക്കുള്ള എല്ലാത്തിൻ്റെയും സെലക്ഷൻ മെത്തേഡ് ഇൻ്റർവ്യൂ ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഇതിൻ്റെ പെർസെൻറ്റേജ് കാര്യങ്ങൾ, അങ്ങനെ അതുപോലെ മറ്റു എന്തെങ്കിലും എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തത് ഒരു വേക്കൻസി നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT തന്നെ ME or MTech അല്ലെങ്കിൽ MSc ആണ്. ഇവിടെ ഇതിൻ്റെ റിസർച്ച് മേഖല വ്യത്യാസമുണ്ട് കേട്ടോ. അതാണ് സെയിം ക്വാളിഫിക്കേഷനാണ്, പക്ഷേ നോക്കുക. പിന്നെ അടുത്തത് 2 വേക്കൻസി ഉണ്ട്. JRF 4ലേക്ക് നിങ്ങൾക്ക് പവർ ഇലക്ട്രോണിക്സ് ആണ് ക്വാളിഫിക്കേഷൻ, ME or MTech MSc ആണ്. അതോടൊപ്പം തന്നെ അടുത്തത് JRF 5ൽ നിങ്ങൾക്ക് MSc കെമിസ്ട്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് മാത്രം പോരാ, അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഒരു ഓർഡറിൽ ഇങ്ങനെ വരികയാണ്. ദെൻ MSc ഫിസിക്സ് ആണ് JRF 6ൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. ദെൻ JRF 7ൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തെർമൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തെർമൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തെർമൽ സയൻസ് ആൻഡ് എനർജി സിസ്റ്റം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് ME or MTech അല്ലെങ്കിൽ MSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് JRF 8 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്, ME or MTech അല്ലെങ്കിൽ MSc ആണ്. ദെൻ അടുത്തത് JRF 9 ആണ്, ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൈക്രോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സിഗ്നൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ VLSI, എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ VLSI ആൻഡ് എംബഡഡ് സിസ്റ്റം, ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ME or MTech അല്ലെങ്കിൽ MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് JRF 10 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഷീൻ ഡിസൈൻ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ME or MTech അല്ലെങ്കിൽ MSc കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് JRF 11ലേക്ക് നിങ്ങൾക്ക് എയറോസ്പേസ് അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ME or MTech അല്ലെങ്കിൽ MSc ആണ്. ഇനി അതോടൊപ്പം തന്നെ JRF 12ലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മൈക്രോവേവ് അല്ലെങ്കിൽ RF അല്ലെങ്കിൽ റഡാർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ടുള്ള ME or MTech അല്ലെങ്കിൽ MSc ആണ് പറയുന്നത്. ഇതിനടുത്ത് JRF 13 നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഓപ്റ്റിക്സ് ഓർ ഇക്വലൻ്റ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MTech ഓപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം, ME or MTech MSc. ഓക്കെ, ഇതിനടുത്തത് JRF 14 ആണ്. ഇതിലേക്ക് ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈഡ് ഫിസിക്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷനാണ് ME or MTech അല്ലെങ്കിൽ MSc ആണ്. ദെൻ JRF 15 ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് ഓപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷനിൽ ME or MTech അല്ലെങ്കിൽ MSc, അതല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MTech കഴിഞ്ഞതാണെങ്കിൽ ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗിൽ ഇൻ്റഗ്രേറ്റഡ് MTech കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് എലിജിബിൾ ആണ്. ഇതിനടുത്ത് JRF 16 ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ME or MTech അല്ലെങ്കിൽ MSc ആണ് പറയുന്നത്. ഇതിനടുത്ത് JRF 17 ആണ്, ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൈക്രോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സിഗ്നൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മെക്ട്രോണിക്സ്, ഇത് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ MSc ആണ്.
അതിനടുത്തത് JRF-18 ആണ്, ഒരു വേക്കൻസിയാണ്. ഇതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ VLCI അല്ലെങ്കിൽ ഈ പറയുന്ന എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ VLC ആൻഡ് എംബഡഡ് സിസ്റ്റം ഈ പറയുന്ന ക്വാളിഫിക്കേഷനിൽ MA or M.Tech അല്ലെങ്കിൽ MSc ആണ്. JRF-19 ഒരു വേക്കൻസിയാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ഏവിയോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിൽ MA or M.Tech അല്ലെങ്കിൽ MSc ആണ്. ഇതിനടുത്ത് JRF-20 ഇതിലേക്ക് നിങ്ങൾക്ക് MSc മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ഫിസിക്സോ ആണ്, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതല്ലെങ്കിൽ M.Tech എയറോസ്പേസ് കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഇതുവരെയുള്ളത് നമ്മൾ റിസർച്ച് ഫെലോ ആണ്. JRF ആണ്, ജൂനിയർ റിസർച്ച് ഫെലോ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് റിസർച്ച് അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്, റിസർച്ച് അസോസിയേറ്റ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് റിസർച്ച് അസോസിയേറ്റ് ഫസ്റ്റ് കോഡ് വരുന്നത് ഇങ്ങനെ കേട്ടോ 6-1 എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ PhD വേണം, അതായത് മൈക്രോവേവ്സ് അല്ലെങ്കിൽ RF അല്ലെങ്കിൽ റഡാറിൽ സ്പെഷ്യലൈസേഷൻ സോളിഡ് സ്റ്റേറ്റ് പവർ ആംപ്ലിഫയർ എന്നാണ് പറയുന്നത് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് PhD ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ PhD ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് MA or M.Tech മൈക്രോവേവ് അല്ലെങ്കിൽ RF അല്ലെങ്കിൽ റഡാർ വിത്ത് സ്പെഷ്യലൈസേഷൻ, റഡാർ വിത്ത് മിനിമം 3 year റിസർച്ച് എക്സ്പീരിയൻസ് വേണം. ഈ പറയുന്ന നമ്മൾ പറഞ്ഞല്ലോ സോളിഡ് സ്റ്റേറ്റ് പവർ ആംപ്ലിഫയറിലുള്ള 3 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസ് വേണം അതിൻ്റെ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് ഒരു റിസർച്ച് പേപ്പർ നമ്മൾ സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സിലുള്ള ഇൻഡെക്സ് ജേണലുള്ള ഒരു റിസർച്ച് പേപ്പർ, അതായത് നമ്മുടെ റിസർച്ച് പേപ്പർ ഈ പറയുന്ന സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് ജേണൽ, അതായത് സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് ജേണൽ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ റിസർച്ച് പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എന്താണ് സോളിഡ് പവർ ആംപ്ലിഫയർ എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ് പവർ ആംപ്ലിഫയർ എന്ന് പറയുന്ന SSPA ബന്ധപ്പെട്ട റിസർച്ച് എക്സ്പീരിയൻസും അതുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് പേപ്പറും നമ്മൾ SCIയിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കണ്ടീഷനാണ്. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന MA or M.Tech മതി, PhD വേണ്ട ഈ ഒരു രീതിയിലാണെങ്കിൽ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നിങ്ങൾക്ക് റിസർച്ച് അസോസിയേറ്റ് 2ലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് PhD ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി PhD ഇല്ലെങ്കിലും MA or M.Tech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് മെറ്റീരിയൽ സയൻസിലോ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ MA or M.Tech ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വിത്ത് 3 year എക്സ്പീരിയൻസ് വേണം, ഈ റിസർച്ച് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അത് ഈ പറയുന്ന കാർബൺ നാനോ ട്യൂബ് എന്ന് പറയും, ബേസ്ഡ് കോട്ടിംഗ് അതല്ലെങ്കിൽ സ്പ്രേ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ തിൻ ഫിലിം ഡെപ്പോസിഷൻ, ഇതിലേതെങ്കിലും ഒരു 3 year റിസർച്ച് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് ജേണലിൽ നമ്മൾ റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുകയും വേണമെന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ആണ് ഇതിൻ്റെ ടോട്ടൽ വേക്കൻസി. ഇനിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ JRF എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പം ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് വേണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് CSIR UGC നെറ്റ് വേണം, ഓക്കെ, അതല്ലെങ്കിൽ ഗേറ്റ് ക്വാളിഫൈ ചെയ്തവരായിരിക്കണം, അതല്ലെങ്കിൽ മറ്റു സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന മറ്റു നാഷണൽ ലെവൽ എക്സാമിനേഷൻസ് ഉണ്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. DST കാണാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DBT, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ IITs അല്ലെങ്കിൽ IASs, ഓക്കെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാം, ഇതിലെല്ലാം വേണ്ട ഏതെങ്കിലും ഒന്നെങ്കിൽ CSIR UGC നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് അല്ലെങ്കിൽ മറ്റു ഈ പറയുന്ന ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അഡീഷണലി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ MSc അല്ലെങ്കിൽ M.Tech ആണ് ചോദിക്കുന്നത് JRF-ലേക്ക്. അപ്പോൾ ആ JRF-ലേക്ക് അത് മാത്രം പോരാ, അഡീഷണലി നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നെങ്കിൽ CSIR UGC നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ആ JRF-ലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വെറും MSc or M.Tech അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് സാരം, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 60% മാർക്ക് മിനിമം പെർസെൻറ്റേജ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ നിങ്ങളുടെ MA or M.Tech അല്ലെങ്കിൽ MScയിൽ. ഇനി റിസർച്ച് അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റോ JRF ഒന്നും വേണ്ട, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി എന്നുള്ളതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് മാക്സിമം എജിലിറ്റി 28 ഇതിലേക്ക് ഈ പറയുന്ന റിസർച്ച് ഫെലോ ആയിട്ട്, അതായത് ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് അപ്ലൈ ആണെങ്കിൽ 20/2024 കണക്കാക്കിയിട്ട് 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 24/2025 കണക്കാക്കി 35 വയസ്സ് വരെ മാക്സിമം അപ്ലൈ ചെയ്യാം. SC/ST OBC അങ്ങനെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ജൂനിയർ റിസർച്ച് ഫെലോ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 35,000 മുതൽ 35,000 ആണ് അതിൻ്റെ ഒരു സ്റ്റൈപ്പൻ്റ് ആയിട്ട് പറയുന്നത്. മേ ബി നിങ്ങൾക്ക് 42,000 വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല ഇതിൽ ഇനിഷ്യലി 2 year ആണെങ്കിലും അത്
മാക്സിമം നമ്മുടെ പ്രൊജക്റ്റിന് ഇതിനൊക്കെ അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് 4 ഇയർ അല്ലെങ്കിൽ 5 ഇയേഴ്സിലേക്കൊക്കെ വരാവുന്നതാണ്. ഇനി ഇതിലേക്ക് റിസർച്ച് അസോസിയേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തേക്കാണ് ഇതിൻ്റെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പീരീഡ് ഓഫ് എൻഗേജ്മെൻറ്റ് വരുന്നതെങ്കിലും ഇതിൻ്റെ 58,000 ആയിരിക്കും ഇതിൻ്റെ ഫെലോഷിപ്പ് എമൗണ്ട് വരുന്നത്. അപ്പോൾ 1 വർഷത്തേക്കാണെങ്കിലും സാധാരണഗതിയിൽ ഇതിൻ്റെ പ്രൊജക്റ്റൊക്കെ അങ്ങനെ ഡ്യൂറേഷനൊക്കെ കൂടി കൂടുതൽ വർഷം നമുക്ക് അതിൽ ചെയ്യാനുള്ള അവസരം കിട്ടാറുണ്ട്. പിന്നെ സെലക്ഷൻ പ്രോസസ്സാണ്. ഇതിലേക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് മെയിലൊക്കെ വരും. ഇടയ്ക്കിടയ്ക്ക് മെയിലൊക്കെ ചെക്ക് ചെയ്യുക. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് മാർച്ച് 22 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 20 അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ മറ്റേ നോട്ടിഫിക്കേഷൻ പാടെ വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് 24 ഏപ്രിൽ 20 ആണെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഈ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വിവരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിശദമാക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓക്കെ ഇവിടെ കാണാം, നിങ്ങൾക്ക് 10 വേക്കൻസിയാണ് കേട്ടോ. ഇതിൽ ഒന്ന് നമ്മുടെ VSSCയിലേക്കും ഉണ്ട്, അതുപോലെ തന്നെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയിലേക്കും. ഇതിൽ ഏതെങ്കിലേക്കൊക്കെ ആയിരിക്കും നമുക്ക് ഇതിലേതെങ്കിലും ഒരു സെൻറ്ററിലേക്കായിരിക്കും നമുക്ക് ലഭിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 10 വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് അല്ലെങ്കിൽ സ്പേസ് ഫിസിക്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് അല്ലെങ്കിൽ മീറ്റിയോളജി അല്ലെങ്കിൽ പ്ലാനറ്ററി സയൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഓഫ് സയൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. 65% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി CGPA ഒക്കെ ആണെങ്കിൽ 6.10 പോയിന്റ് സ്കെയിലാണെങ്കിൽ 6.8 മിനിമം 6.84 മിനിമം ഗ്രേഡ് പോയിന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിലും നിങ്ങൾക്ക് MS അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന അറ്റ്മോസ്ഫിയറിക് സയൻസ് അല്ലെങ്കിൽ പ്ലാനറ്ററി സയൻസ് അല്ലെങ്കിൽ സ്പേസ് സയൻസ്, അപ്ലൈഡ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പറയുന്ന MS അല്ലെങ്കിൽ ME or MTech ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി. ഓക്കെ, CGPA ആണെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ 6.5 മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്കുള്ള അടിസ്ഥാനപരമായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതിൻ്റെ കൂടെ അഡീഷണലി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണം. അതായത് ഒന്നെങ്കിൽ CSIR UGC നെറ്റ് നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഗേറ്റ് നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ പറയുന്ന ജോയിൻറ്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് JEST എന്ന് പറയും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ക്വാളിഫൈ ചെയ്താണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് എലിജിബിൾ ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 2-4 ഏപ്രിൽ 2 ആണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മാർച്ച് 20 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 2 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, ISRO JRF റിക്രൂട്ട്മെൻറ്റ് ആണ് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇതിലേക്ക് ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ. ബാംഗ്ലൂരിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും, ട്രിവാൻഡ്രം നോട്ടിഫിക്കേഷൻ രണ്ടാമത്തെ കിട്ടും. ഇതിന് അപ്ലിക്കേഷൻ ഫോം ബാംഗ്ലൂരിൻ്റെ വേറെ തന്നെയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാംഗ്ലൂരിൻ്റെ നോക്കാം. നമ്മൾ ബാംഗ്ലൂരിൻ്റെ അപ്ലിക്കേഷൻ ഫോമിലേക്കാണ് വന്നത്. ഇതാണ് അപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് നോക്കുക നിങ്ങൾ. ഓക്കെ, ഏത് JRF നമ്പർ 2ലേക്കാണോ 3ലേക്കാണോ ഇനി മറ്റേ ഈ റിസർച്ച് അസോസിയേറ്റിലേക്കാണോ ഏതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പോൾ JRF 1ലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഞാനിതാ ഇവിടെ കാണാം പൊസിഷൻ നമ്പർ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ കാണാം JRF 1 എന്ന്, അതിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ എന്താണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോമിലേക്കാണ്. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അങ്ങനെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ 2 സെക്ടറിലേക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൽ ഫോട്ടോ സിഗ്നേച്ചർ മറ്റു നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, PDF ആയിട്ടൊക്കെ നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൽ പറയുന്നുണ്ട്. ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡോക്യുമെൻറ്റ്സ് യെസ് സിംഗിൾ PDF ആയിട്ട് കേട്ടോ അതവിടെ പറയുന്നുണ്ട്. സ്കാൻഡ് കോപ്പി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സിംഗിൾ PDF ആയിട്ടാണ് ഈ പറയുന്ന ട്രിവാൻഡ്രം ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് MSc നമ്മുടെ ഗ്രാജുവേഷൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെയും അതുപോലെ ഗേറ്റ് ഇതിൻ്റെ ഏജ് പ്രൂഫ്, ഇനി SC ST OBC ആണെങ്കിൽ അതിൻ്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അവിടെ സിംഗിൾ PDF ആക്കിയിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം നിങ്ങളൊന്ന് വായിച്ച് നോക്കണേ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ മുകളിലാണ് ബട്ടൺ അപ്ലൈ എന്നുള്ള, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 2-4 മുതൽ മാർച്ച് 20 മുതൽ നിങ്ങൾക്ക് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 2 വരെയാണ് കേട്ടോ. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അലോ ചെയ്യണം കേട്ടോ നമ്മളിത്. ഓക്കെ,
അങ്ങനെ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാൻ വരും. ഏതാണ് പോസ്റ്റ് എന്നുള്ളവിടെ സെലക്ട് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ JRF ഒന്ന് തന്നെ ഉള്ളൂ, നമുക്കത് സെലക്ട് ചെയ്യാം. ഇമെയിൽ ഐ ഡി അങ്ങനെ കൊടുത്ത് പോവാം. അപ്പോൾ ഇത്തരം JRFിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടെ. കാരണം ഇത്തരം ആളുകൾ ഗേറ്റും നെറ്റും ഒക്കെ ഉള്ളവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മറ്റു ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോൻ്റെ അടിയിൽ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.